വിവോയുടെ വിവോ Y50 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോൺ വരുന്നത് 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y50 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൽ ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഏകദേശം 90.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ പറ്റി ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ കൂടിയ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ HDR സപ്പോർട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ അതൊന്നുമില്ല. എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ആണ്. എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സും ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു ക്യാമറ മോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഡിസൈൻ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 197 ഗ്രാമാണ്. പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ ഇപ്പം നമുക്ക് 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു പ്രോസസ്സർ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര നല്ലൊരു പ്രോസസ്സർ അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 730G അതുപോലെ സ്നാപ്ഡ്രാഗൺ 720G ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ തരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണല്ല. ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 8GB റാം ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 128GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. റാമിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സറാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു 8GB റാമിൻ്റെ ഫോൺ എടുക്കുന്നതിലും നല്ലത് 6GB റാമുമായിട്ട് വരുന്ന ഇതിനേക്കാൾ ബെറ്റർ പ്രോസസ്സറുള്ള ഫോൺ എടുക്കുന്നതാണ്. അതിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടും. പിന്നെ ഈ ഫോണിൽ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് പഴയ സ്റ്റോറേജ് ടൈപ്പാണ്. ഇപ്പം നമുക്ക് വിവോയുടെ തന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ വരെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. സ്റ്റോറേജ് ടൈപ്പ് പഴയതാവുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആപ്പ് ഓപ്പണിംഗ് ടൈമൊക്കെ കുറച്ചും കൂടി കൂടും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോണിൻ്റെ പെർഫോമൻസ് ഒക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും 4-മത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറൊക്കെ ആയിട്ട് വരുന്ന ഫോണുകൾ വേറെ വരുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ജസ്റ്റ് മെഗാപിക്സൽ മാത്രമല്ല വേറെയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം എടുക്കുക. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് മോഡ് എന്നുള്ള ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാ സ്റ്റേബിൾ വീഡിയോ എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് 10 വാട്ടിൻ്റെ ചാർജറേ ലഭിക്കുന്നുള്ളൂ. അത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ബോക്സിൽ നമുക്ക് ഫാസ്റ്റ് ചാർജറും ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തെ പറ്റിയൊന്നും വിവോ പറഞ്ഞിട്ടില്ല. പക്ഷേ ചില സൈറ്റുകളിലൊക്കെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നില്ല. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 17,990 രൂപയാണ്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും അതുപോലെ തന്നെ പുറത്ത് ഷോപ്പുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സ്പെക്കൊന്നും അധികം നോക്കാതെ ഓഫ്ലൈനിൽ ഫോൺ എടുക്കുന്നവരെയാണ്.
അപ്പം നിങ്ങൾക്ക് നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഫോണല്ല.